എഫ് UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിൽ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൈകാര്യം ചെയ്യാവുന്നതിലധികം കൂടുതൽ കോളുകൾ വരുന്നത് കൊണ്ട് വെസ്റ്റ് മിഡ്ലാൻഡ്സിലെ ചില ഹാർട്ട് അറ്റാക്ക് ബാധിച്ചവരുൾപ്പെടെയുള്ള രോഗികളോട് സ്വയം ആശുപത്രിയിൽ പോകാൻ ആവശ്യപ്പെടുന്നു. വെസ്റ്റ് മിഡ്ലാൻഡ്സ് ആംബുലൻസ് സർവീസ് അതിൻ്റെ 999 കോൾ ഹാൻഡിൽമാരോട് സേവനങ്ങൾ ഉയർന്ന ഡിമാൻഡിലായിരിക്കുമ്പോൾ അവർക്ക് ആശുപത്രിയിലേക്ക് പോകാൻ കഴിയുമോ എന്ന് രോഗികളോട് ചോദിക്കാൻ ഉപദേശിക്കുന്നു. ദ സൺഡേ ടൈംസിലെ റിപ്പോർട്ടുകൾ പ്രകാരം രോഗികൾക്ക് ആംബുലൻസ് ലഭിക്കാൻ കാലതാമസം നേരിടുന്നതിനാൽ മാറ്റം ആവശ്യമാണെന്ന് വിശദീകരിച്ച് ജീവനക്കാർക്ക് മെമ്മോ അയച്ചു. കഴിഞ്ഞയാഴ്ച A&E പുറത്ത് കാത്തുനിൽക്കുന്ന ആംബുലൻസുകൾ ചെലവഴിച്ച സമയം കഴിഞ്ഞ ശൈത്യകാലത്തെ അപേക്ഷിച്ച് ഏകദേശം ഇരട്ടിയാണെന്ന് ഈ ആഴ്ച ഡാറ്റ കാണിച്ചതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ്. ഒക്ടോബറിൽ അസോസിയേഷൻ ഓഫ് ആംബുലൻസ് ചീഫ് എക്സിക്യൂട്ടീവുകളുടെ ഡാറ്റ പ്രകാരം 25,506 രോഗികൾ ആശുപത്രികൾക്ക് പുറത്ത് ആംബുലൻസുകളിൽ 2 മണിക്കൂറിലധികം കാത്തുനിൽക്കുന്നു. 2023 ഒക്ടോബറിൽ ഇത് 20,541 ആയിരുന്നു. ഈ ഡേറ്റ പ്രകാരം രോഗികളെ A&Eയിലേക്ക് കൈമാറുന്നതിലെ കാലതാമസം കാരണം ആംബുലൻസ് സേവനങ്ങൾക്ക് 12,000 മണിക്കൂറിലധികം സമയം നഷ്ടപ്പെട്ടു. ദ ഇൻഡിപെൻഡന്റിനോട് സംസാരിച്ച റോയൽ കോളേജ് ഓഫ് എമർജൻസി മെഡിസിൻ പ്രസിഡന്റ് ഡോക്ടർ എഡ്രിയൻ ബ്രോയിൽ ഈ ആഴ്ചയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 6 പ്രധാന വാഗ്ദാനങ്ങളിൽ A&E ടാർഗറ്റുകൾ കൈവരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധത കാണിക്കാത്തതിനെ തുടർന്ന് A&Eക്ക് പുറത്ത് ആംബുലൻസിൽ രോഗികൾ കൂടുതൽ സമയം കാത്തുനിൽക്കുന്നത് ഈ വർഷവും തുടർന്നാൽ എമർജൻസി കെയർ മരണങ്ങൾ വർദ്ധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. UK-യിൽ ആഞ്ഞടിക്കുന്ന ധാര കൊടുങ്കാറ്റ് മൂലം 18 ലക്ഷം വീടുകളിൽ വൈദ്യുതി നിലച്ചു. ലങ്കാഷെയറിലും വെസ്റ്റ് മിഡ്ലൻഡ്സിലും വെവ്വേറെ സംഭവങ്ങളിൽ കൊടുങ്കാറ്റ് മൂലം വാഹനങ്ങൾക്ക് മുകളിൽ മരങ്ങൾ വീണ് 2 പേർ മരിച്ചു. വടക്കൻ യോർക്ക്ഷയറിൽ കൊടുങ്കാറ്റിൽ മരങ്ങളും വൈദ്യുത ലൈനുകളും വീണതിനെ തുടർന്ന് 22 പേർ വനത്തിൽ കുടുങ്ങി. സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട്, വെയിൽസ് എന്നിവിടങ്ങളിൽ യാത്ര ചെയ്യുന്നതിന് മുമ്പ് ലേറ്റസ്റ്റ് യാത്രാ വിവരങ്ങൾ പരിശോധിക്കാൻ ദേശീയ റെയിൽ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയതോടെ ട്രെയിൻ യാത്രയിൽ കാര്യമായ തടസ്സം ഞായറാഴ്ച വൈകുന്നേരവും തുടർന്നു. കൊടുങ്കാറ്റ് വീശുന്നതിനിടെ റോഡ് മുറിച്ചു കടക്കാൻ കഷ്ടപ്പെടുന്ന ആളുകളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കാർ പാർക്കിംഗ് ടിക്കറ്റ് എടുക്കാൻ 5 മിനിറ്റിലധികം സമയമെടുത്തതിന് £255 ഫൈൻ നൽകിയ കാർ പാർക്കിംഗ് കമ്പനി അവസാനം കേസ് പിൻവലിച്ചു. ഇത്രയും അധികം പിഴ ചുമത്തിയ എക്സൽ കാർ ഓപ്പറേറ്ററെ ഡെർബി സ്വദേശിയായ ഗാരിക്ക് കോടതിയിൽ അഭിമുഖീകരിക്കാനിരിക്കുകയായിരുന്നു. എന്നാൽ കാർ പാർക്ക് ഓപ്പറേറ്റർ ഒരു കാരണവും പറയാതെ £255 അവകാശവാദം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് BBC ഡെർബി കൗണ്ടി കോടതിയെ ബന്ധപ്പെട്ടപ്പോൾ മാത്രമാണ് കേസ് അവസാനിപ്പിച്ചതായി മിസ്റ്റർ കെ അറിഞ്ഞത്. കാർ പാർക്കിംഗ് ഏരിയയിൽ തിരക്കുള്ളതിനാലും പാർക്കിംഗ് മെഷീനിൽ നീണ്ട ക്യൂ ഉള്ളതിനാലും പാർക്ക് ചെയ്ത് 20 മിനിറ്റിന് ശേഷമാണ് ഗാരി കെയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിച്ചത്. അനുവദിച്ച സമയത്തിനുള്ളിൽ ടിക്കറ്റ് എടുക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാലാണ് £255 പിഴ നോട്ടീസ് അയച്ചത്. പാർക്കിംഗ് ലേറ്റ് ഫൈൻ £100 എക്സൽ കാർ പാർക്കിംഗ് കരാർ ചെലവുകൾ, പലിശ, കോടതി ഫീസ്, നിയമപരമായ പ്രതിനിധിയുടെ ചെലവുകൾ എന്നിവ ചേർത്താണ് £255 നോട്ടീസ് അയച്ചത്. എക്സൽ പാർക്കിംഗ് ഓപ്പറേറ്ററോട് അപ്പീൽ ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും
എന്നാൽ കമ്പനി നിങ്ങളുടെ അപ്പീൽ സ്വീകരിക്കാൻ തയ്യാറില്ലെന്ന് അദ്ദേഹത്തെ അറിയിക്കുകയായിരുന്നു. ഇംഗ്ലണ്ടിലെ ഡെർബിയിലെ എക്സൽ കാർ പാർക്കിംഗ് ഓപ്പറേറ്റർക്കെതിരെ മറ്റു ഡ്രൈവർമാരും രംഗത്തെത്തിയിട്ടുണ്ട്. തന്റെ ഫോണിലെ സിഗ്നൽ പ്രശ്നം മൂലം പാർക്കിംഗ് ടിക്കറ്റ് എടുക്കാൻ 10 ദിവസങ്ങളിൽ 5 മിനിറ്റിൽ കൂടുതൽ സമയമെടുത്ത മിസിസ് ഹഡ്സന് 1900 പൗണ്ടിന്റെ ഫൈൻ നോട്ടീസാണ് എക്സൽ കമ്പനി അയച്ചത്. കാർ ഡ്രൈവേഴ്സിനെ ചൂഷണം ചെയ്യുന്ന 5 മിനിറ്റ്സ് റിപ്പ് ഓഫ് ചാർജ് എന്ന് വിശേഷിപ്പിക്കുന്ന PCNകളെ കുറിച്ച് MP-മാർ UK പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എക്സൽ പാർക്കിംഗ് കേസിൽ താൻ ഉറച്ചു നിന്നതിനാൽ കമ്പനി മുട്ടുമടക്കിയെന്നും നിങ്ങൾക്കും PCN തെറ്റായി നൽകിയിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് ഓപ്പറേറ്റർക്കെതിരെ കേസിന് പോകണമെന്നും മിസ്റ്റർ കെ പറയുന്നു. കുറഞ്ഞ ചെലവിൽ IELTS OET ജർമ്മൻ ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസിന്റെ കോഴിക്കോട് സെന്ററിൽ OET, IELTS, ജർമ്മൻ A1, A2, B1, B2 കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. OET, IELTS കോഴ്സുകൾ ഓഫ്ലൈൻ, ഓൺലൈൻ മോഡിലും ലഭ്യമാണ്. എന്നാൽ ജർമ്മൻ ഭാഷ കോഴ്സുകൾ ഓഫ്ലൈനിലാണ് ലഭ്യമായിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് www.nifl.norcaroots.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് 2024 ഡിസംബർ 16 അപേക്ഷ നൽകാവുന്നതാണെന്ന് നോർക്ക റൂട്ട്സ് CEO അജിത് കോളശ്ശേരി അറിയിച്ചു. 8 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഓഫ്ലൈൻ IELTS OET കോഴ്സിൽ BPL, SC, ST വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് ഫീസ് സൗജന്യമാണ്. മറ്റുള്ളവർക്ക് GST ഉൾപ്പെടെ 4,425 രൂപയാണ് ഫീസ്. കൂടുതൽ ഓൺലൈൻ ബാച്ചിലേക്കുള്ള പ്രവേശനം. ഓൺലൈൻ കോഴ്സുകൾക്ക് ഫീസ് ഇളവ് ബാധകമല്ല. 3 ആഴ്ച നീളുന്ന അഡീഷണൽ ഗ്രാമർ ക്ലാസ്സിനും അവസരമുണ്ടാകും. 2000 രൂപയാണ് ഫീസ്. IELTS ഓൺലൈൻ എക്സാം ബാച്ചിന് 4,425 രൂപയും റെഗുലർ ബാച്ചിന് 7,080 രൂപയുമാണ് ഫീസ്. ഫീസ് സംബന്ധിക്കുന്ന വിവരങ്ങൾക്ക് +91 871425944 എന്ന മൊബൈൽ നമ്പറിലോ നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ 180042533939 അല്ലെങ്കിൽ +91 880201235 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രൊഫഷണലുകൾക്ക് നോർക്ക റൂട്ട്സ് വഴി വിദേശത്ത് ജോലി കണ്ടെത്തുന്നതിനും അവസരമുണ്ടാകും. കാനഡയിൽ വീണ്ടും ഇന്ത്യൻ വംശജൻ കൊല്ലപ്പെട്ടു. ഇത് ഒരാഴ്ചക്കിടെ നടക്കുന്ന രണ്ടാമത്തെ സംഭവമാണ്. 20 വയസ്സുകാരനായ ഹർഷൻദീപ് സിംഗ് എന്നയാളാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ഇവാൻ റെയിൻ, ജൂഡിത്ത് സോൾട്ടോക്സ് എന്നിവരാണ് അറസ്റ്റിലായത്. കാനഡയിലെ എഡ്മണ്ടനിലാണ് സംഭവം. വെള്ളിയാഴ്ച പുലർച്ചെ 12:30 ഹർഷൻദീപ് സിംഗ് കൊല്ലപ്പെട്ടത്. സെക്യൂരിറ്റി ജീവനക്കാരായി ജോലി ചെയ്യുകയായിരുന്ന ഹർഷൻദീപ് സിംഗിനെ 3 അംഗ സംഘം ചേർന്ന് ആക്രമിക്കുകയും വെടിവെച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. പ്രതികൾ കൊലപാതകത്തിന് ഉപയോഗിച്ചിരുന്ന ആയുധം പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇന്ത്യൻ വംശജനായ ഒരാൾ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ സംഭവമാണിത്. അടുത്തിടെ കാനഡയിലെ ഒന്റാറിയോ പ്രവിശ്യയിൽ 22-കാരനായ ഇന്ത്യൻ വിദ്യാർത്ഥിയെ റൂംമേറ്റ് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. ലാംപ്ടൺ കോളേജിലെ 1-ാം വർഷ ബിസിനസ് മാനേജ്മെന്റ് വിദ്യാർത്ഥിയായിരുന്ന ഗുറാസി സിംഗ് ആണ് കൊല്ലപ്പെട്ടത്. കൂടുതൽ UK, യൂറോപ്പ്, അമേരിക്കൻ, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.